നാളെ പിറ കാണുകയാണെങ്കിൽ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതാണ് ഈ ദുൽഹജ്ജിലെ ആദ്യത്തെ 10? പരിശുദ്ധ റമളാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള 10കളാണ്. എന്താണ് ഈ 10ൽ നാം കൂടുതലായി ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? 10-11 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് മനസ്സറിഞ്ഞ് തഖ്വയോടെ ഇഖ്ലാസോടെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ പടച്ചോൻ തരും. എത്ര വലിയ കടവും അല്ലാഹ് വീട്ടിൽ തരും. മക്കളില്ലേ, മക്കളെ തരും. ഉള്ള മക്കൾ നന്നാകാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ഈ പരിശുദ്ധ മാസത്തിൻ്റെ മഹത്വവും ചെയ്യേണ്ടതും ചൊല്ലേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളും സിമ്പിളായ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം കടന്നു വരുമ്പോൾ ഈമാനുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷാട്ടോ. കാരണം അള്ളാഹ് ബഹുമാനിച്ചൊരു മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ മാസത്തിലെ ആദ്യത്തെ 10 എന്ന് പറഞ്ഞാൽ അതുപോലൊരു 10 ദുനിയാവിൽ വേറെ ഇല്ല. അത്ര അടിപൊളിയാണ്. അത്രമേൽ ഈ 10 ദിവസം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമുള്ള ഒന്നും പടച്ചോന് വേറെ ഇല്ല എന്ന് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? ഈ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ഈ 10 ദിവസം ഇബാദത്ത് ചെയ്യണതിനേക്കാൾ പടച്ചോന് ഇഷ്ടമുള്ള വേറൊരു സംഗതിയില്ല. അങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താണ് ഈ മാസത്തിൻ്റെ മഹത്വം? ഈ മാസത്തിൽ ഈ ആദ്യത്തെ 10 ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ 10-11 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സങ്കടം മാറും, പ്രശ്നങ്ങൾ തീരും, മക്കൾ നന്നാകും, മക്കളെ കിട്ടും, കടം വീടും, വേണ്ടതെന്തൊക്കെയാണോ അതൊക്കെ പടച്ചോൻ തരും. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്നാമതായി അള്ളാഹ് ബഹുമാനിച്ച മാസമാണ്. അള്ളാഹ് ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അള്ളാഹ് ബഹുമാനിച്ചതിനെ നമ്മൾ അനാദരിച്ചു, നമ്മൾ നെവർ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അത് പടച്ചോനെ അനാദരിക്കുന്നതിന് തുല്യമാണ്. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാൻ്റെ ചിഹ്നങ്ങളോട് ഒരു ബഹുമാനം ഉണ്ടാവാന്നൊക്കെ പറയണതേ അത് ഈമാൻ്റെ ഭാഗമാണ്, തഖ്വയുടെ ഭാഗമാണ്. തഖ്വയുള്ളവർക്ക് മാത്രമാണ് ഈ മാസത്തേക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. ദുൽഹജ്ജ് ഇങ്ങനെ കടന്നു വന്നിട്ടും എൻ്റെ മനസ്സിലൊരു മാറ്റവും ഇല്ല, എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ അവൻ തഖ്വയില്ലാത്തവൻ, അവൻ മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കൂല. കാരണം അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാത്തവനാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ റമളാനിൽ പോലും ഇല്ലാത്ത പല പോരിശകളും ദുൽഹജ്ജിനുണ്ട്. ഉസ്താദ് തള്ളിയതാണോ? തള്ളിയതല്ല. കാരണം ഈ ആദ്യത്തെ 10 ഏറ്റവും മഹത്തരമായ 10 പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരുപാട് കാരണങ്ങളിൽ ഒന്ന്, അള്ളാഹു നിർബന്ധമാക്കിയ ഇബാദത്തുകളൊക്കെ ഈ 10 വരുന്നുണ്ട്. നിസ്കാരം, നോമ്പ്, സുന്നത്തായ നോമ്പുണ്ട് അല്ലേ? പിന്നെ സക്കാത്ത് ഈ മാസത്തിൽ കൊടുക്കാം. ഹജ്ജ് റമളാനിലുണ്ടോ? റമളാനിലില്ല. അപ്പോൾ റമളാനിൽ ഹജ്ജില്ല, എന്നാലോ ദുൽഹജ്ജിൽ ഹജ്ജുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്. ഈ പ്രധാനപ്പെട്ട 4 ഇബാദത്തും ഒരുമിച്ച് ഈ ആദ്യത്തെ 10 കടന്നു വരുന്നുണ്ട്. ഹജ്ജിൽ ഏറ്റവും മർമ്മപ്രധാനമായ കർമ്മങ്ങൾ ദുൽഹജ്ജ് 8, 9, 10 ദിവസങ്ങളിലാണ്. ഇതൊക്കെ കടന്നു വരുന്നത് ഈ ആദ്യത്തെ 10ലാണ്. അപ്പോൾ പരിശുദ്ധ റമളാനിനേക്കാൾ ചില സംഗതികളിൽ പ്രത്യേകത ദുൽഹജ്ജിനുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കാണാം. ഒരു ദിവസത്തിന് 1000 ദിവസത്തിൻ്റെ മഹത്വമുണ്ട്. ഇപ്പോൾ 10 ദിവസം ആകുമ്പോഴേക്ക് 10,000 ദിവസത്തിൻ്റെ മഹത്വം. ഇതെങ്ങനെയൊക്കെ നേടാൻ പറ്റും നമുക്ക്? ഇപ്പോൾ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വൽ ഫജ്ർ, പ്രഭാതം തന്നെ സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെ സത്യം. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ 10 രാത്രി എന്നുള്ള പ്രയോഗം 10 ദിവസത്തിലാക്കി കണക്കാക്കണം. അത് അറബിയുടെ ഒരു ഭംഗിയാണത്. രാത്രി എന്ന് പറഞ്ഞാൽ 10 ദിവസം. അപ്പോൾ 10 ദിവസങ്ങളെ അള്ളാഹ് സത്യം ചെയ്തിട്ടുണ്ട്. ഏത് 10 ദിവസങ്ങൾ? ദുൽഹജ്ജിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ. അപ്പോൾ റമളാനിനേക്കാൾ ശ്രേഷ്ഠതയ്ക്ക് ഇതിനെങ്ങനെ ഉണ്ടാവും? അതായത് രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി റമളാനിലെ അവസാന 10. എങ്ങനെ? ശ്രദ്ധിക്കണം കേട്ടോ, ഇമാമിങ്ങൾ പറഞ്ഞു തരാണ്. രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രികൾ റമളാനിലെ അവസാനത്തെ 10 രാത്രിയാണ്.
എന്നാൽ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകലുകളോ അത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 പകലുകളാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? റമളാനിലെ അവസാനത്തെ 10 രാത്രിയാണ് ഈ ലോകത്ത് രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രികൾ. എന്നാൽ പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകലുകൾ ഏതാ? ദുൽഹജ്ജിലെ ആദ്യത്തെ 10 പകലുകളാണ്. അപ്പോൾ റമളാനിലെ പകലുകളേക്കാൾ ദുൽഹജ്ജ് ആദ്യ 10 പകലുകൾക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? റമളാനിൽ നമ്മൾ ഭയങ്കര ശ്രദ്ധയായിരിക്കും അല്ലേ ഇബാദത്തിന്, അല്ലേ? റമളാനിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, നമ്മൾ ടി വിയൊക്കെ ഓഫ് ചെയ്ത് വെക്കും, ഹറാമായൊരു സംഗതിയിലൊക്കെ ഓക്കെയാണ്. പക്ഷേ ദുൽഹജ്ജിന് ഇതുപോലെ ശ്രദ്ധിക്കുന്നത് ആരാ ശ്രദ്ധിക്കണേ? അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മുടെ ഈമാൻ കവർന്നുകൊണ്ട് പോകുന്ന ശൈത്വാനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ റമളാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഈ 10 ദിവസം കടന്നു വരുമ്പോൾ, 10 പ്രഭാതം കടന്നു വരുമ്പോൾ ഈ പകലുകൾ നഷ്ടപ്പെടുത്തരുതേ. അമലുകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളാകാൻ ഈ പരിശുദ്ധ മാസത്തെ ബഹുമാനിക്കുന്നതിലൂടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഏതായാലും ഈ ആദ്യത്തെ 10 ദിവസം ശ്രദ്ധിക്കണം കേട്ടോ. ദുൽഹജ്ജിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ രാത്രിയും പകലും ഒക്കെ നമ്മൾ പതിവാക്കേണ്ട ഒരു സൂറത്തുണ്ട്. അതേതാ? നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. ദുൽഹജ്ജിൽ ആദ്യത്തെ 10 കുറിച്ച് പരാമർശിച്ചൊരു സൂറത്ത് സൂറത്തുൽ ഫജ്ർ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ഇല്ലേ? പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ ഒരു തവണ ഓതിയാൽ മതി. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്ർ ഒരു തവണ എല്ലാ രാത്രിയിലോ അല്ലെങ്കിൽ പകലിലോ ഓതിയാൽ മതി. ഇത് ഓതിക്കഴിഞ്ഞാൽ ദുആയിന് ഉത്തരമുണ്ട്. അപ്പോൾ ഇത് ഓതിയിട്ട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കാം പാപങ്ങൾ പൊറുക്കാൻ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കളെ ചോദിക്കാം, മക്കൾ നന്നാകണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് ചോദിക്കാം, രോഗം മാറാൻ, കടം വീടാൻ, എന്ത് വേണോ അതൊക്കെ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ നിമിഷമാണ് സൂറത്തുൽ ഫജ്ർ ഓതിയിട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത് നമ്മൾ ഓതേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ സംഗതികളൊക്കെ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ദുൽഹജ്ജിൽ ആദ്യത്തെ 10 മുഴുവൻ ഓതേണ്ട കാര്യങ്ങളായി പറയണത്. രണ്ടാമത്തേത്, എല്ലാ രാവും പകലും നമ്മൾ ഓതേണ്ടത് ഒരു തവണയെങ്കിലും സൂറത്ത് ആലു ഇമ്രാനിലെ 96, 97 ആയത്തുകൾ ഓതുക. ഒരു 3 തവണ ഓതാൻ പറ്റിയ അൽഹംദുലില്ലാ അടിപൊളിയാണ്. 96, 97 ആയത്ത് ഇല്ലേ? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക എന്ന് തുടങ്ങുന്ന ആ പരിശുദ്ധമായ ആയത്തുകൾ ഇല്ലേ? സൂറത്ത് ആലു ഇമ്രാനിലെ 96, 97 ആയത്തുകൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകത്ത് ആദ്യമായി പടച്ചവനെ ആരാധിക്കാനുണ്ടാക്കിയ ഗേഹമാണ് ഏത്? കഅബ ശരീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓതിക്കഴിഞ്ഞാൽ ഹജ്ജിന് വേണ്ടി ദ്വാരക്കുക. ഇത് ഓതിയിട്ട് ഹജ്ജിന് വേണ്ടി ദ്വാരുന്നാൽ ഹജ്ജ് ചെയ്യാതെ അവൻ മരിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഈ 2 ആഴ്ചകൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ, അല്ല മാന്യമായിട്ടാണെങ്കിൽ ഒരു 3 തവണ, എനിക്ക് അതിലേറെ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു 11 തവണയൊക്കെ ഓതുക. എന്നിട്ട് ഡെയിലി ഓതാൻ ഇപ്പോൾ എത്ര നേരം വേണം? 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. ഓതിയിട്ട് ഹജ്ജിന് തൗഫീഖ് കിട്ടാൻ ദ്വാരക്കുക. മരിക്കണതിന് മുമ്പ് അള്ളാഹ് ഹജ്ജ് ചെയ്യിപ്പിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ്. എല്ലാ ദിവസവും ഒരു 200 തവണ ഓതാൻ പറ്റിയാൽ അൽഹംദുലില്ലാ അടിപൊളിയാണ്. രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് ഓതിയാൽ മതി. ഒറ്റയടിക്ക് ഓതി തീർക്കണമെന്നൊന്നുമില്ല. ഡെയിലി സൂറത്തുൽ ഇഖ്ലാസ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കൽബിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ സങ്കടങ്ങളും അള്ളാഹു അലിയിപ്പിച്ച് കളയും സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തേത്, ഇത് ഇബ്രാഹിം നബിയുടെ മാസമാണല്ലോ അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാസമാണിത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് സ്വർഗത്തിൽ നിന്ന് തന്നൊരു സമ്മാനമുണ്ട്. മുത്തുനബിക്ക് കൊടുത്ത ആ മനോഹരമായ സമ്മാനം ഏതാണത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് അധികരിപ്പിക്കുക. ഇത്ര എണ്ണമൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ദുൽഹജ്ജിൻ്റെ രാപ്പകലുകളിൽ ഈ പരിശുദ്ധമായ ദിക്ർ ഇത് നമ്മൾ നിരന്തരം ചൊല്ലിയാൽ സ്വർഗം നമുക്ക് ഉറപ്പാണെന്നാണ്. സ്വർഗത്തിൽ നമ്മുടെ പേരിൽ അള്ളാഹു മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ മലക്കുകളോട് കൽപ്പിക്കും. ഒരു തവണ ചൊല്ലുമ്പോൾ സ്വർഗത്തിലൊരു മരം നടും. സുബ്ഹാനല്ലാഹ്, എനിക്കൊരു പരിശുദ്ധിയില്ല, പരിശുദ്ധി മുഴുവൻ അള്ളാഹുവിനാണ്. വൽഹംദുലില്ലാ, സ്തുതി മുഴുവൻ അള്ളാഹുവിനാണ്, എനിക്കൊരു സ്തുതിയുമില്ല. മനസ്സിലായോ? വലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ എനിക്ക് ആരുമില്ല. ആരാധ്യൻ മാത്രമല്ല, എനിക്ക് ആരുമില്ല. അല്ലാഹു അക്ബർ, ഞാനല്ല വലിയവൻ, എനിക്ക് ഏറ്റവും വലിയവൻ ആരാണ്? അള്ളാഹുവാൻ. ഈ ബോധ്യത്തിൽ ഈ ദിക്ർ ചൊല്ലാം. അഞ്ചാമത്തേത് 1 മുതൽ 10 വരെ, ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഉളഹിയത്ത് മൃഗങ്ങളെയൊക്കെ നമ്മൾ കാണുമ്പോഴേ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അള്ളാഹു അക്ബർ തക്ബീർ ചില ഒരു തവണ അള്ളാഹു അക്ബർ, വീണ്ടും കണ്ടാൽ അള്ളാഹു അക്ബർ, അവിടെ നിന്ന് തക്ബീറിന് അള്ളാഹു അക്ബർ അങ്ങനെ ചൊല്ലണ്ട. സിമ്പിൾ. മൃഗത്തെ ഒന്ന് കാണുമ്പോൾ അള്ളാഹു അക്ബർ. കാരണം ഈ മൃഗം എന്ന് പറഞ്ഞാൽ ഇതൊരു വൈകാരിക ബന്ധമാണോ. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യനെയല്ല അറക്കാൻ കൊണ്ടുപോയത്. തൻ്റെ ഏറെ കാത്തിരുന്ന് കിട്ടിയ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനായ ഇസ്മായിൽ അലൈഹി സ്വലാമിനെയാണ് അറക്കാൻ പറഞ്ഞതല്ല.
എത്ര തവണ അറുക്കാൻ പറഞ്ഞു നമ്മൾ ചോദിച്ചിരുന്നു അതല്ലേ? 3 തവണയൊന്നുമല്ല, ഒറ്റ തവണ അറുക്കാൻ പോയപ്പോഴേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖദ് സ്വദ്ദഖത റുഅ്യ, ഇബ്രാഹിം നിർത്തിക്കോ, നിങ്ങൾ സാക്ഷാത്കരിച്ചിട്ടുണ്ട് സ്വപ്നം, ഇതാ ആടിനെ അറുത്താൽ മതി, അള്ളാഹ് ആടിനെ ഇറക്കി കൊടുക്കാൻ. 3 തവണയെന്നൊക്കെ ഈ കഥാപ്രസംഗക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്. ഒറ്റ തവണ ഇറക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ അള്ളാഹ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ സ്വന്തം മോനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്താ അതിന് അറുക്കാനുള്ള കാരണം എന്താ അങ്ങനെ കൊണ്ടുപോകാൻ? അള്ളാഹ് പറഞ്ഞു. അതായത് അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മോനല്ല, എൻ്റെ വിചാരങ്ങളല്ല, അള്ളാഹുവാണ്. അപ്പോൾ അല്ലാഹു അക്ബർ, ഈ മൃഗത്തെ കാണുമ്പോൾ അതുപോലൊരു വൈകാരിക ബന്ധം നമ്മുടെ മനസ്സിലേക്കും വരണം. ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്. എൻ്റെ വിചാരങ്ങളേക്കാൾ, കുടുംബത്തേക്കാൾ, എന്നെക്കാൾ, മക്കളേക്കാൾ, സർവസ്വത്തേക്കാൾ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ എന്ന ബോധ്യം നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ മൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലാം. 6-ാമത്തേത്, ഇതിൽ പറക്കാൻ ഏറ്റ ആളുകൾ, ഷെയർ കൂടിയ ആളുകൾക്ക് എന്ത് ചെയ്യണം? 1 മുതൽ 10 വരെ, അതായത് അറബ് നടക്കുന്നത് വരെ നഖം, മുടി പോലുള്ള രോമങ്ങൾ പോലുള്ളതൊന്നും നീക്കം ചെയ്യൽ കറാഹത്താണ്. മനസ്സിലായോ? ഇനിയിപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നീക്കേണ്ടി ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കറാഹത്തില്ലാതിരിക്കാനാണ് ഏറ്റവും നല്ലത് എന്ന് കരുതി ആപൽ ഘട്ടങ്ങളിൽ നീക്കുന്നുണ്ടൊരു കുഴപ്പമില്ല. അപ്പോൾ 1 മുതൽ 10 വരെ ഷെയർ ചേർന്ന ആളുകൾ, ഇപ്പോൾ വീട്ടിൽ ഒരാൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ മുറിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരാണോ ഷെയർ ചേർന്നത് അയാൾ. മനസ്സിലായോ? എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും മുറിക്കരുത്. അപ്പോൾ ആ വിഷയമൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. 7-ാമത്തേത്, ആദ്യത്തെ രാവ് കടന്നു വരുമ്പോൾ, നാളെ പിറ കണ്ടാൽ 1-ാമത്തെ രാവ് കടന്നു വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രാവിനെ സ്വീകരിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാലു റുഷ്ദിൻ വ ഖൈർ. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവിനെ വല്ലാതെ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്ക് സുരക്ഷിതത്വവും ഈമാനിലും ഇസ്ലാമിലും സംരക്ഷണം നൽകണേ അല്ലാ, ഇതൊരു നല്ല പിറയാക്കണേ അല്ലാ. റബ്ബി വ റബ്ബുക്കല്ലാ എന്നാണ്. ചന്ദ്രനോട് നമ്മൾ പറയാം, എൻ്റെയും നിൻ്റെയും റബ്ബ് അള്ളാഹുവാണ്, നീയൊന്നുമല്ല വലുത്, അള്ളാഹുവാണ് വലുത്. കണ്ട, എപ്പോഴും അല്ലാഹു അക്ബറാണ് വലുത്, അത് വലുതായി നിൽക്കണം. അപ്പോൾ ഈ ദുആ മറക്കരുത്. പിറ കണ്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ ദുആ ചൊല്ല. 8-ാമത്തേത്, പിറ കണ്ടാൽ പരിശുദ്ധമായ ദുൽഹജ്ജിലെ ആദ്യത്തെ രാവ് കടന്നു വന്നാൽ തബാറക്ക സൂറത്ത് മറക്കാതെ ഓതുക. ഈ ബോധ്യത്തിൽ തന്നെ ആദ്യത്തെ രാവാണെന്നുള്ള ബോധ്യത്തിൽ ഓതണം. 1 മാസം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ദാരിദ്ര്യത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു നമ്മളെ കരകയറ്റും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 9-ാമത്തേത്, 1 മുതൽ 9 വരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് പിടിച്ചിരുന്നു എന്നാണ്. ദുൽഹജ്ജിലെ ആദ്യത്തെ 1 മുതൽ 9 വരെ മുത്തുനബി നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക? 1 മുതൽ 9 വരെ നോമ്പ് പിടിക്കാം. മനസ്സിലായോ? 9ൻ്റെ നോമ്പിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. അത് അറഫ നോമ്പാണ്, ഇല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 10-ാമത്തേത്, മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിക്കാനുണ്ട്, പടച്ചോനെ എനിക്കൊരു മുസ്തജാബു ദഅവയാക്കണം, ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരാളാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, ദുൽഹജ്ജിലെ 1 മുതൽ 10 വരെ ഈ ദിക്ർ പതിവാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊരു പ്രണയം നിറഞ്ഞ ദിക്റാണ്. പടച്ചോനെ എനിക്ക് നീയല്ലാതെ ആരും ഇല്ലാട്ടോ അല്ലാഹ്. ആ ബോധ്യത്തിൽ ഈ ദിക്ർ നിരന്തരം ചൊല്ലുക. ഇത്ര എണ്ണമൊന്നുമില്ല, ഡെയിലി കഴിയുന്നത് പോലെ കയ്യും കണക്കില്ലാതെ 1 മുതൽ 10 വരെ ചൊല്ലിയാൽ നിങ്ങൾ പ്രാർത്ഥനക്കുത്തരമുള്ള ആളുകളാവും. എന്ത് നിങ്ങൾക്ക് അല്ലാഹുവിനോട് ചോദിക്കാം, അങ്ങനെയുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറും. 11-ാമത്തേത്, ഉദ്ഹിയ്യത്താണ്. കഴിയുന്നവർക്ക് ഉദ്ഹിയ്യത്ത് അറുക്കുക. ആർക്കെങ്കിലും ഉദ്ഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ടും ഉദ്ഹിയ്യത്ത് അറുത്തിട്ടില്ല എങ്കിൽ അവൻ എൻ്റെ പള്ളിയിലേക്ക് വരണ്ട നിസ്കരിക്കാനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അത്രമേൽ ഗൗരവമുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ 11 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് ദുൽഹജ്ജിനെ കളർഫുള്ളാക്കണം. വേണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് ആദ്യത്തെ 10 രാത്രിയും മനോഹരമായ മജ്ലിസ് സംഘടിപ്പിക്കണം. വേണ്ട നിങ്ങൾ മജ്ലിസൊക്കെ സംഘടിപ്പിക്കാൻ പറയുന്നിട്ട് നിങ്ങളുടെ വഴിക്ക് പോകും. പിന്നെ ഞാനെന്തിനു ഇരിക്കണേ? നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ രാവാണെങ്കിൽ നാളത്തെ രാത്രി മുതൽ നമ്മൾ മജ്ലിസ് സംഘടിപ്പിക്കും. റെഡിയാണോ പിള്ളേരെ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഇന്നലെ റിസൾട്ടൊക്കെ വന്നു. ഫുൾ A+ കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. ടെൻഷനൊന്നും അടിക്കണ്ട. ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്ന സംഗതികൾ. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകട്ടെ. മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് പറയാൻ എല്ലാവരും പഠിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിച്ചതാണ്, ദുൽഹജ്ജിനെ പ്രതിപാദിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫജ്ർ ആണ്, അല്ലേ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ സിമ്പിളായ ചോദ്യം, വൽ ഫജ്ർ, പ്രഭാതം തന്നെ സത്യം. ഏത് പ്രഭാതത്തെ പിടിച്ചാണ് അള്ളാഹു സത്യം ചെയ്തത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിഥിൽ സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് മുറാദുകൾ ഹാസുലാക്കണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ ഇണകളെ നന്നാക്കണേ അല്ലാ. ഉന്നതമായ ഭാവി നൽകണേ അല്ലാ. നല്ല അഡ്മിഷൻ ഹൈറായ സ്ഥാപനങ്ങളിൽ നൽകണേ അല്ലാ. പടച്ചവനെ, ദീനിൻ്റെ വഴിയെ തിരിച്ചുവിടാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്, നേർവഴിയിലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിൽ ചൊവ്വായ രീതിയിൽ നടത്തണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. ഉള്ള വീട്ടിൽ സമാധാനം നൽകണേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രവാസികൾക്ക് ഹൈർ നൽകണേ അല്ലാ. ദുൽഹജ്ജിൻ്റെ പരിപൂർണ്ണ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.